കോഴിക്കോട് ബീച്ച് സൈഡിലൊക്കെ കാണുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഗ്രീൻ പീസ് എഗ്ഗ് മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഗ്രീൻ പീസ് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണക്ക ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് തലേദിവസം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ തലേ ദിവസമല്ല, നമ്മൾ വൈകിട്ടാണ് ഈ കറി ഇതുണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ വെള്ളത്തിലിട്ടാൽ മതി. എന്നിട്ട് ഒരു 8 മണിക്കൂറോളം ഇതൊന്ന് കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം ഇതൊരു കുക്കറിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്തുടഞ്ഞു പോകരുത് കേട്ടോ. ഗ്രീൻ പീസ് നമ്മൾ നന്നായിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. കടായി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 4-5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ആവശ്യത്തിന് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്താൽ മതിയാകും. ഇതും കൂടി ചേർത്തിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നടുവിലൊരൽപ്പം മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഒരു 3 മുട്ടയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം മുട്ടയെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ മസാലയുമായിട്ട് മുട്ടയെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. മുട്ടയൊന്നിങ്ങനെ ആയി വരുന്ന സമയത്ത് നമുക്ക് മസാലയും ചേർത്തിട്ട് ഇതിനെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇത് ചിക്കിയെടുക്കണം. മുട്ടയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയും ആകുമ്പോഴേക്ക് തന്നെ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ കോഴിക്കോട് ബീച്ച് സൈഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സ്നാക്സ് പോലെ നമുക്ക് കഴിക്കാൻ കിട്ടുന്നതാണ് ഈ ഗ്രീൻ പീസ് മസാല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് പോലെ കഴിക്കാവുന്ന, വൈകിട്ട് ചായയുടെ ഒപ്പൊക്കെ കഴിക്കാവുന്ന ഒരു വിഭവം തന്നെയാണിത്. അവസാനമായിട്ട് മല്ലിയില ഉള്ളവരെ മല്ലിയില ഒരൽപ്പം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. ഇത്രയായപ്പോൾ തന്നെ നമ്മുടെ ഗ്രീൻ പീസ് മസാല റെഡിയാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഇതുപോലുള്ള ഈസി റെസിപ്പികളുമായിട്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.